നമസ്കാരം സാർ. നമസ്കാരം സാറ്, നമ്മുടെ വിഷു കഴിഞ്ഞ ഉടനെ സാധാരണ നമ്മളെല്ലാവരും കൈനീട്ടം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരാണ്. മുതിർന്ന ആൾക്കാർ ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും കൈനീട്ടം കൊടുക്കും. അതൊരു അനുഗ്രഹമാണ്, പുതുവർഷമാണ്. ശ്രീകൃഷ്ണനാണ് അവിടുത്തെ ആരാധ്യ പുരുഷൻ. ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹങ്ങൾക്ക് മുന്നിലാണ് നമ്മൾ കണിയൊരുക്കുന്നത്. പക്ഷേ ഈ വിഷുവിന് നമ്മൾ കണ്ടത് ഉണ്ണിക്കണ്ണൻ്റെ മുമ്പിൽ കണിയൊരുക്കുന്നതല്ല, കുഴിമന്തി വിളമ്പി വച്ചിരിക്കുന്നതാണ് കണ്ടത്. അത് കുഴിമന്തി മാത്രമല്ല, ചിക്കനുണ്ട്, ബീഫുണ്ട്, പിന്നെ അതുപോലെ ചെരുപ്പ്, നമ്മൾ കാലിലിടുന്ന ചെരുപ്പ് വരെ കണിയൊരുക്കി വച്ചിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. വലിയ കോലാഹലങ്ങളായി. ഇത് ഒരു സ്ഥലത്തല്ല, പ്രത്യേകിച്ച് ആലപ്പുഴ കേന്ദ്രീകരിച്ചാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ചേർത്തലയിൽ നിന്നാണ് ഇത് ഉണ്ടായത്. തുടക്കം ചേർത്തലയിലാണ്. മറ്റു പല സ്ഥലങ്ങളിലേക്കും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും സമാനമായ കാര്യങ്ങളുണ്ടായി. അപ്പോൾ ഹിന്ദു സംഘടനകൾ, ഹിന്ദുക്കളൊക്കെ വലിയ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തി. ഈ ഉണ്ണിക്കണ്ണൻ്റെ മുമ്പിൽ, അതായത് വെണ്ണ ഉണ്ണുന്ന ഉണ്ണിക്കണ്ണൻ്റെ മുമ്പിൽ കുഴിമന്തി, അതിനെതിരെ അവിടെ പ്രതിഷേധമൊക്കെ നടത്തി. പക്ഷെ പോലീസ് നടത്തിയ ഈ ഒരു പരസ്യം പുറത്തുവിട്ട ആ കടയുടമസ്ഥനെ അറസ്റ്റ് ചെയ്തു. തുടർ നടപടികൾ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. ദുർബലമായ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്തു. പക്ഷെ അവിടേക്ക് മാർച്ച് നടത്തി പ്രതിഷേധിച്ച ഹിന്ദു സംഘടനാ പ്രവർത്തകരെയും ഹിന്ദുക്കളെയും വലിയ ഗുരുതരമായ വകുപ്പുകളിട്ട് കേസ് അവർക്കെതിരെ എടുത്തിരിക്കുകയാണ്. ആരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷെ കേസ് എടുത്തിരിക്കുകയാണ്. കുറ്റം ചെയ്തവന് തലോടലും പിന്നെ പ്രതിഷേധിച്ചവർക്ക് തല്ലും. ഇതാണ് കേരള പോലീസിൻ്റെ ഇപ്പോഴത്തെ ഒരു നയം. ഇത് എവിടെ ചെന്ന് നിൽക്കും സാർ? തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുകയല്ലേ ഒരു കൂട്ടർ ചെയ്യുന്നത്? ഇത് വളരെ ഗൗരവതരമായൊരു പ്രശ്നമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഇവിടുന്ന് പോയാൽ പോരാ. കാരണം നമ്മുടെ രാജ്യത്തെ ഒരു ബഹുസ്വര സമൂഹമാണ് നമ്മുടെ സംസ്ഥാനത്തെ. ഇവിടെ ബോധപൂർവം തീവ്രവാദവും വർഗീയതയും കടത്തിവിടാൻ ബോധപൂർവം ചില ശക്തികൾ ശ്രമിക്കുകയാണ്. അത് അവരുടെ സർവനാശത്തിലെത്തും എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ അവരതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. പ്രശാന്തിന് ഓർമ്മ കാണും, ആലപ്പുഴ തന്നെയായിരുന്നല്ലോ പിന്നെ ഒരു കുഞ്ഞ് പിന്നെ ഒരാടെ തലയിൽ തോളിലുണ്ട്, അരിയും മലരും കരുതിക്കോ, കുന്തിരിക്കാൻ കരുതിക്കോ, തൊട്ടടുത്തുണ്ട് വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ. ഇതാണ് പറഞ്ഞത്. ഒരു കൊച്ചുകുട്ടിയെ കൊണ്ട്, 10 വയസ്സുകാരനെ കൊണ്ട്. അത് പിന്നെ നമ്മുടെ സാംസ്കാരിക നായകളിൽ ഏതെങ്കിലും ഒന്ന് ഊലിയിട്ടോ, കുരച്ചു. ഞാൻ സാംസ്കാരിക നായകന്മാരെന്ന് പറയത്തില്ല, ഇവറ്റകളെ നായകളെന്നേ പറയാനൊക്കത്തുള്ളൂ. എനിക്കങ്ങനെ പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഒരു അൺപാർലമെൻ്ററി വാക്കാണ്. പക്ഷെ അൺപാർലമെൻ്ററി ആയി നിൽക്കുന്ന ഇവറ്റകളെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായി സാംസ്കാരിക നായകളെന്ന് തന്നെ ഞാൻ ബോധപൂർവ്വം പറയുന്നത്. ഏതെങ്കിലും ഒരുത്തൻ പ്രതികരിച്ചു? ആരും എന്തിന്? രാഷ്ട്രീയ പാർട്ടിക്കാരെങ്കിലും പ്രതികരിച്ചു? ഇല്ല. രാഷ്ട്രീയക്കാരും BJP-ക്കാർ പ്രതികരിച്ചു. അല്ല, BJP സ്വാഭാവികം. ഞാൻ ചോദിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ആരെങ്കിലും പ്രതികരിച്ചു? വേണ്ട. മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെ ഒരു എലീറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അവരാരെങ്കിലും പ്രതികരിച്ചു? ഇല്ല. അടുത്ത സമയത്ത് ഞാൻ പറയാനുള്ള കാരണം, അടുത്ത സമയത്ത് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, അദ്ദേഹം ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ഒരു തീവ്രവാദിയൊന്നുമല്ല, അദ്ദേഹം വലിയ ജനാധിപത്യവാദി തന്നെയാണ്. അദ്ദേഹം വളരെ നിരാശയോടെ എന്നോട് പറഞ്ഞു, ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്, ഞങ്ങളൊരു മുറി താമസിച്ചവരാണ്. എന്നോട് പറഞ്ഞു, സാറേ ഈ തീവ്രവാദം എങ്ങനെ പോയാൽ എങ്ങനെയാണ്? കേരളത്തിലെ ഹിന്ദുക്കൾ കൂടുതൽ വർഗീയവൽക്കരിക്കപ്പെടുന്നു എന്നെനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞു 100% ശരിയാണ്. കേരളത്തിലെ മധ്യവർഗ ഹിന്ദുക്കൾ ശക്തമായി അവരുടെ മനസ്സിലേക്ക് വർഗീയത കടന്നിട്ടുണ്ട്. അത് സത്യത്തിന് ആൻ്റണിയാണ് ഇത് ആദ്യം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് പകൽ കോൺഗ്രസും രാത്രിയിൽ RSSുമാണെന്ന്. സത്യമാണത്. അത് വളരെ സത്യമാണ് പറഞ്ഞത്. പകൽ കോൺഗ്രസ് ആയിരുന്ന പല ആളുകളും രാത്രിയിൽ RSS തന്നെയാണ്. RSS ആയിപ്പോയി ശാഖയിൽ പോകുന്നല്ല, മാനസികമായി അവരതിനാണെന്ന്. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? പകൽ CPM-ഉം രാത്രിയിൽ RSS-ഉം, അതിൽ പകൽ CPM-ഉം രാത്രിയിൽ SDPI-യും. ഇതിലേക്ക് പോയി CPM. എനിക്ക് ആധികാരികമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. CPM-ലേക്ക് തീവ്രവാദികൾ കടന്നു കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞത് മറ്റാരുമല്ല, CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ്. അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാണ്, ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ചില തീവ്രവാദ കക്ഷികളെ, തീവ്രവാദ അത് അദ്ദേഹം സമ്മതിച്ചതാണ്. ഇതാണ് കേരളത്തിലെ പൊതുസ്ഥിതി സാർ. അപ്പോൾ ഈ വാസ്തവത്തിൽ ഇങ്ങനെ CPM-ഉം കോൺഗ്രസും ഇത്തരത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, SDPI പോലെയുള്ള സംഘടനകളിലേക്ക് ഇത്തരക്കാർ കയറുമ്പോൾ, മറുവശത്ത് CPM-ലെയും കോൺഗ്രസിലെയും ഹിന്ദുക്കൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി RSSലേക്ക് ചേക്കേറുന്നു. അങ്ങനെ ഒരു
ഉണ്ട്. അതെ, ഞാനതാ പറഞ്ഞു വന്നതിൻ്റെ കാര്യം. ഒരു 10 വർഷം മുമ്പ് RSS ഒരു മീറ്റിങ്ങിന് വിളിച്ചാൽ ആളുകൾക്ക് പോകാൻ മടിയായിരുന്നു. ഈ അടുത്ത സമയത്ത് ഒരു RSSൻ്റെ 100ാമത്തെ വർഷമാകുകയാണ്. അവർ അതുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറിൽ പങ്കെടുക്കാനായിട്ട് എന്നെ വിളിച്ചു. എന്നോട് ചോദിച്ചു, പങ്കെടുക്കാൻ മടിയുണ്ടോ? ഞാൻ പറഞ്ഞു, പങ്കെടുക്കാൻ ഇല്ലയെന്ന് മാത്രമല്ല, പങ്കെടുക്കുന്നതിൽ സന്തോഷവുമുണ്ട്. കാരണം എനിക്കിവിടെ ജീവിക്കണ്ടേ. എനിക്ക് ജീവിക്കണമെങ്കിൽ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്താൽ എന്നെ സംരക്ഷിക്കാൻ ആരുമില്ല. പോലീസ് സംരക്ഷിക്കത്തില്ലല്ലോ. എനിക്ക് എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ CPM സംരക്ഷിക്കും, കോൺഗ്രസ് സംരക്ഷിക്കും. ഇല്ല. അപ്പോൾ എനിക്ക് സംരക്ഷണം തരുന്ന ഏതെങ്കിലും ഒരു സംവിധാനം തണല് വേണം. എന്തിൻ്റെ സംരക്ഷണമാണ്? എൻ്റെ സംസ്കാരം നിലനിർത്താൻ. അല്ല, എനിക്ക് പേഴ്സണൽ സംരക്ഷണമല്ല, എൻ്റെ രാജ്യത്തോടുള്ള ധർമ്മം നിലനിർത്താൻ, എൻ്റെ രാജ്യത്തോടുള്ള സ്നേഹം നിലനിർത്താൻ, ഈ രാജ്യത്ത് വികസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്താൻ ഇതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണ്ടേ? ഈ സ്വാതന്ത്ര്യം എനിക്ക് നിഷേധിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും അതിന് പങ്കെടുക്കാമെന്ന് പറഞ്ഞ് ഒരു ആലോചനാ യോഗം വന്നു. കൊല്ലത്താണ് ആലോചനാ യോഗം. ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയുകയാണ്, എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൊല്ലം പട്ടണത്തിലെ ഉപരിവർഗത്തിൽപ്പെട്ടവർ, അപ്പർ മിഡിൽ ക്ലാസും വലിയൊരു വിഭാഗം എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, റിട്ടയർ ചെയ്ത പോലീസ് ഓഫീസർമാർ, ഇവരാണ് മുഴുവൻ ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് സംസാരിച്ച ഒരാൾ ഓരോരുത്തരും വന്ന സെക്ടറൊക്കെ എഴുതിയിട്ട് പറഞ്ഞു, ഈ ഇരിക്കുന്നതിൽ RSSുമായിട്ട് ഇന്ന് വരെ സഹകരിച്ചുള്ളവർ 5% ഉള്ളൂ. 95% RSസുമായിട്ടൊരു ബന്ധമുള്ളവരില്ല. അവരവിടേക്ക് വന്നിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ഹിന്ദുക്കളുടെ മനസ്സിൽ വന്ന വലിയൊരു ഷിഫ്റ്റാണ്. അതൊരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴേ ഈ കുഴിമന്തി ഉണ്ണിക്കണ്ണൻ്റെ മുന്നിൽ വിളമ്പിയതിനെക്കുറിച്ച് പറയുമ്പോഴേ എൻ്റെ ഓർമ്മയിൽ വരുന്ന 2015 ഫ്രാൻസിലെ ചാർലി ഹെബ്ഡെ എന്നാണ് കാർട്ടൂൺ മാസിക. ആ മാസികയിൽ പ്രവാചകൻ്റെ ഒരു ചിത്രം വരച്ചു. ഒരു തമാശ കാർട്ടൂണാണ്. അതിൻ്റെ പ്രവാചകൻ്റെ ഒരു ചിത്രം വരച്ചു. ഇത് വലിയ കലാപത്തിലേക്ക് ഫ്രാൻസ് കത്തി. അവിടെ പിന്നെ എന്താ സംഭവിച്ചത്? ആഫീസ് കത്തിച്ചവരുടെ അപ്പം ഈ ചാർലി ഹെബ്ഡെ എന്ന് പറയുന്ന കാർട്ടൂൺ മാസികയുടെ ആഫീസ് കത്തിച്ചു. ഇതിലെല്ലാം വലിയ രസകരമായ ദയനീയമായ കാര്യം വെച്ചാൽ 2020 ഒരു അധ്യാപകൻ, സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ പേര് സാമുവൽ പാറ്റി എന്നാണ്. അപ്പോൾ ഇദ്ദേഹം ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം ഇത് ചരിത്രം പഠിപ്പിച്ചാണ് അദ്ദേഹം. ഇങ്ങനെ ഇവിടെ ഒരു കലാപം നടന്നു. ഈ കലാപത്തിന് കാരണമായത് ഈ ചിത്രമാണ്. ഇതാണ് അദ്ദേഹം കാണിച്ചത്. കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ചോദിക്കും, എന്തിനാണ് കലാപം ഉണ്ടായത്? കലാപം ഒരു കാർട്ടൂൺ വരച്ചതിനാണ്. ഏതാണ് ആ കാർട്ടൂൺ? ഇത് സ്വാഭാവികമായ കാര്യമില്ല. കുട്ടി അവരെ ഈ കാർട്ടൂൺ കാണിച്ചു. ഈ ഒറ്റ കാര്യത്തിന് ഈ ചാർലി പാറ്റിയെ ക്രൂരമായിട്ട് കൊന്നു. ഈ സാമുവൽ പാറ്റിയെ വളരെ ക്രൂരമായിട്ട് കൊന്നു. അപ്പോൾ 2015 ഈ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചപ്പോഴേ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഇതിനെതിരെ ബംഗ്ലാദേശിൽ കലാപമുണ്ടായി, ടർക്കിയിൽ കലാപമുണ്ടായി, പാകിസ്ഥാനിൽ കലാപമുണ്ടായി. പക്ഷെ ഇത്തരം കലാപം സൗദി അറേബ്യയിൽ ഉണ്ടായില്ല, UAE ഉണ്ടായില്ല. അപ്പോൾ ഈ രാജ്യങ്ങളിലൊന്നും ഉണ്ടായില്ല. അപ്പം ഈ ദാരിദ്ര്യം ലിബിയയിൽ കലാപം ഉണ്ടായി. ഈ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഈ രാജ്യങ്ങളിലാണ് കലാപം ഉണ്ടായത്. ഇന്ത്യയിൽ പ്രതിഷേധ പ്രകടനങ്ങളുണ്ടായി. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ തീവ്രവാദത്തോടുള്ള ഒരു സമീപനം എങ്ങനെ വേണം? അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവിടെ വരെ പോകാം. അപ്പോൾ ഇത്തരം ഒരു കാർട്ടൂൺ ഇവിടെ വരച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു അനുഭവം? ഇതൊന്നും വേണ്ട, ഒന്നും അറിയാതല്ലേ TJ ജോസഫ് എന്ന് പറഞ്ഞൊരു പ്രൊഫസർ, അദ്ദേഹം ഒന്നും അറിഞ്ഞല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നെ ഓർമ്മക്കുറിപ്പ് ഞാൻ വായിച്ചു. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു നാടകത്തിലെ ഒരു നോവലിലെ കഥാപാത്രത്തിന്റെ പേരെടുത്ത് എഴുതിയതിനാണ് അദ്ദേഹത്തിന് കൈപോയത്. അദ്ദേഹത്തിന്റെ കുടുംബ നാമാവിശേഷം. അദ്ദേഹത്തിന്റെ വൈഫ് സലോമി ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ മകനെയും മകളെയൊക്കെ പീഡിപ്പിച്ചതോ പോലീസ് ക്രൂരമായിട്ട് പീഡിപ്പിച്ചു. ഇതിലെല്ലാം രസമെന്നറിയാം. ഇതിലേറ്റവും ദയനീയമായ കാര്യം, മനുഷ്യൻ ഒളിവിൽ പോയി. അവസാനം നിവൃത്തിയില്ലാതെ വന്ന് പോലീസിനെ കീഴടങ്ങി. കാരണം മകനെയും അറസ്റ്റ് ചെയ്തപ്പോഴാണ് വന്ന് കീഴടങ്ങിയിട്ട് തൻ്റെ ഭാഗം ഒന്ന് പറയാനായി അന്നത്തെ ബിഷപ്പിനെ കാണാൻ പോയി. ബിഷപ്പിൻ്റെ സാറിനെ ചെന്ന ബിഷപ്പിൻ്റെ കൈമുത്തുമല്ലോ, കൈമുത്താൻ അദ്ദേഹം അനുവദിച്ചില്ല. ഇദ്ദേഹം പഠിപ്പിച്ച ഒരു അധ്യാപകൻ ആ കോളേജിലുണ്ടായിരുന്നു. അദ്ദേഹം പഠിപ്പിച്ച വിദ്യാർത്ഥി പിന്നീട് അധ്യാപകനായി. ഏറ്റവും ക്രൂരമായിട്ട് അദ്ദേഹത്തിനെ തള്ളിപ്പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായിരുന്ന അയാളാണ്, ആ അധ്യാപകനാണ്. അദ്ദേഹത്തിനെ ചർച്ച തള്ളിപ്പറഞ്ഞു. അദ്ദേഹത്തിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അനധികൃതമായി നിയമരഹിതമായി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഈ സഭയാണ് PC ജോർജിനെതിരെ ചന്ദ്രഹാസം ഇളക്കിയിരിക്കുന്നത്. സഭയ്ക്ക് എന്താ ചെയ്യാൻ കഴിയുന്നതൊക്കെ നമുക്ക് നോക്കാം, അത് പൊക്കോട്ടെ. അപ്പം ഇതാണ് സഭയുടെ നിലപാടെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ PC ജോർജ് വിഷമിക്കേണ്ട കാര്യമില്ല. സഭാവിശ്വാസിയായിട്ട് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല.
ഇതാണ് ഇന്നത്തെ ഒരു സ്ഥിതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇവിടെ ഉണ്ണിക്കണ്ണൻ്റെ മുന്നിൽ ഈ കുഴിമന്തി വിളമ്പി വെച്ച ചിത്രം, ചെരുപ്പ് വെച്ച ചിത്രം വളരെ പ്രൊവോക്ക് ചെയ്യുന്ന ചിത്രമാണ്. ഇത് നിഷ്കളങ്കമായി ഉണ്ടായ ഒന്നാണ് എന്ന് ഇത് തുടർച്ചയായിട്ട് ഒരു സെറ്റ് ഇങ്ങനെ ഒരു സീരീസ് പോലെ ഏതാണ്ട് 9 കടകൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇറക്കി എന്നുള്ളതാണ്. ഇത് ഒരാൾ ഇറക്കിയിരുന്നെങ്കിൽ ഒരു അബദ്ധം പറ്റിയതാകാം, ഒരു പക്ഷേ അങ്ങ് നേരത്തെ കാർട്ടൂണിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു തമാശയ്ക്ക് ചെയ്തതാവാം. നമുക്ക് കുറച്ചുകൂടെ നമുക്കതൊന്ന് സഹിഷ്ണുതയോടെ അതിനെ സമീപിക്കാമായിരുന്നു. പക്ഷേ വ്യത്യസ്തമായ 9 സ്ഥാപനങ്ങൾ ഇത് ചെയ്യുമ്പോൾ അതിനകത്തൊരു ആസൂത്രിത ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? അല്ല, അത് ഞാൻ പറഞ്ഞു വന്നത് ഈ ആസൂത്രിത ഗൂഢാലോചന ആത്യന്തികമായി BJPക്ക് ഗുണകരമാണ്. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും അധികം ശക്തമായ ശാഖകളുള്ളത് കേരളത്തിലാണ്. ഏറ്റവും പെട്ടെന്ന് RSS വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതും കേരളത്തിലാണ്. അതിനാനുപാതികമായി CPM-ഉം കോൺഗ്രസും ദുർബലമാവുകയും ചെയ്ത 2026 തെരഞ്ഞെടുപ്പ് കൊണ്ട് ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പ് എന്നല്ല, പിന്നീട് ലോകാവസാനമല്ല 2026 കഴിഞ്ഞ പിന്നെയും തെരഞ്ഞെടുപ്പ് വരും, ഇലക്ഷൻ വരും, ഇതെല്ലാം ഇവിടെ വരും, കേരളത്തിൽ വരും, അല്ലെങ്കിൽ ഇന്ത്യയിലും വരും. ഇത് പിന്നെ വളരെ വളരെ നിർഭാഗ്യകരമായ ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ കൊണ്ടുപോവുകയാണ്. നമ്മുടെ സംസ്ഥാനം ഒരു ബഹുസ്വര സമൂഹമാണ്. ഈ സമൂഹത്തിന് അനുയോജ്യമായ കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അതിന് ചില പരിധികളുണ്ട്. ആ പരിധി വിട്ടാൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പിന്നീട് എന്ത് സംഭവിക്കും. ഉദാഹരണത്തിന് നമ്മൾ പിന്നെ അന്ന് സത്യത്തിന് വളരെ ആശങ്കയിലാണ് ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹം കഴിഞ്ഞിരുന്നത്, ഈ അരിയും മലരും കരുതാൻ പറഞ്ഞു. കാരണം ആരും അവരെ രക്ഷിക്കാനില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നു. ഇത് അന്നുണ്ടായിരുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകളെല്ലാം പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ഒറ്റ രാത്രി കൊണ്ട് അറസ്റ്റ് ചെയ്യില്ലേ. രാത്രി 2 മണിക്ക് തുടങ്ങിയ അറസ്റ്റ് വെളുപ്പിനെ 4:30 തീർന്നു. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ വിമാനം വിട്ടു വിടുന്നു. അവരെവിടെ പോയി? അവരെക്കുറിച്ച് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ട്? അല്ല, ഞാൻ ചോദിക്കുന്നു, തിഹാർ ജയിലിലെ സ്ഥിതി വേറെ. അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയില്ലേ, അതിനെക്കുറിച്ച് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? അവരെ കോടതിയിൽ ഹാജരാക്കാത്തത് എന്താണെന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? മദനിക്ക് എന്താണ് സംഭവിച്ചത്? മദനിയെ യഥാർത്ഥത്തിൽ പിടിച്ചുകൊണ്ട് പോയത് പിന്നെ വേറൊരു കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിന് നിയമം നിഷേധിച്ചു, നീതി നിഷേധിച്ചു എന്നൊക്കെ പരാതിയുണ്ട്. ആ പരാതി ഒരു പരിധി വരെ ഞാനത് നിഷേധിക്കുന്നില്ല. ചില പിന്നെ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് നീതി നിഷേധിക്കപ്പെട്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ അതിനോട് കേരളത്തിലെ പൊതുസമൂഹം എന്തുകൊണ്ട് അനുഭാവപൂർവ്വം പ്രതികരിച്ചില്ല? മദനിയെ ഇത് ചെയ്ത് ശരിയല്ല, അദ്ദേഹത്തിന് നീതി നിഷേധിച്ച് ശരിയല്ല എന്ന് പറഞ്ഞത് അദ്ദേഹം മുമ്പ് സ്വീകരിച്ച ചില നിലപാടുകളുടെ പേരിലല്ലേ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വളരെ വളരെ അപകടകരമായൊരു സ്ഥിതിയിലേക്ക് കേരളം പോവുകയാണ്. എല്ലാവരും സംയമനം പാലിക്കേണ്ടതാണ്. സംയമനം പാലിക്കാൻ എല്ലാവരെയും പ്രേരിപ്പിക്കേണ്ടത് പൊതുസമൂഹമാണ്. പൊതുസമൂഹം എന്നാൽ ഹിന്ദു മതത്തിലെ ഉൽപ്പതിഷ്ണുക്കളായ ആളുകൾ ഹിന്ദുക്കളെ റിഫോം ചെയ്യാൻ ശ്രമിക്കുന്നതോടെ അതുപോലെ തന്നെ മുസ്ലിങ്ങളും അതിന് ശ്രമിക്കണം. ക്രിസ്ത്യാനികൾ പൊതുവെ സമാധാനപ്രിയരാണ്. അവരുടെ ഇടയിൽ തീവ്രവാദം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും ശരി, ഇത്തരം ഒരു പിന്നെ കാർട്ടൂൺ അല്ലെങ്കിൽ ഇത്തരം ഒരു ചിത്രം വെച്ചത് അത് അക്ഷന്തവ്യമായ അപരാധം തന്നെയാണ്. അതിനെതിരെ കർശനമായ നടപടി എടുക്കുന്നതാണ് നല്ലത്. അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതാണ് അതാത് മതങ്ങളിൽപ്പെട്ട ആളുകൾക്ക് നല്ലതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും സാർ, നമുക്ക് കാത്തിരിക്കാം. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ അറസ്റ്റൊക്കെ നടന്നിട്ടുണ്ട്, പക്ഷേ ഒരു ശക്തമായ നിയമ നടപടി ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുണ്ടായാൽ മാത്രമേ അങ്ങ് പറഞ്ഞതുപോലെ ഇതിനൊരു ശാശ്വതമായ സമാധാനം കൈവരിക്കാൻ കഴിയും. അല്ലെങ്കിൽ എരിയുന്ന തീയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന അനുഭവമായിരിക്കും കേരളത്തെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.